الشيعة تاريخيا أكثر طائفة أبرزت وأظهرت حبها للنبي صلى الله عليه وآله. يعني على سبيل المثال المولد النبوي الشريف الذي كل العالم يحتفل به، وتونس قبل أسبوعين احتفلت به، الذي سن هذا الاحتفال وأقره في كل الشمال الإفريقي هم الشيعة. الدولة الفاطمية يعني. الدولة الفاطمية، نعم. وكان المولد يحيى، مولد النبي صلى الله عليه وآله، ومواليد الخمسة أصحاب الكساء، يعني علي وفاطمة والحسن والحسين، والأستاذ عبد الستار ممكن إذا مخطئ يصح. فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شيعي أصلا. നബിദിനം ആഘോഷിക്കുന്നവരെ, അതിനുവേണ്ടി മസ്ജിദുകൾ അലങ്കരിച്ചവരെ, അതിനു മുന്നോടിയായി തയ്യാറെടുപ്പുകൾ എടുക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഇത് തുടങ്ങിയ ഫാത്തിമകൾ ആരാണെന്ന്? ഉബൈദികൾ എന്നറിയപ്പെടുന്ന ഷിയകൾ, അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവരെ എണ്ണിയിട്ടില്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അത്രയും പിഴച്ച വിശ്വാസങ്ങൾ, അള്ളാഹുവിലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്ത, മദ്യവും അതുപോലുള്ള തിന്മകളും നാട്ടിലെ പ്രജകൾക്ക് ഹലാലാക്കി കൊടുത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ഇല്ലാത്ത പരമ്പര കെട്ടിച്ചമച്ചു പറഞ്ഞ ഉബൈദികളാണ് ഇതുണ്ടാക്കിയത്. അവരെ കുറിച്ച് ഈ പറയുന്ന മോശമായ അഭിപ്രായം വഹാബികൾ ഉണ്ടാക്കിയതാണോ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാണോ? ഇബ്നു തൈമിയ പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. മൗലിദ് ആഘോഷത്തിന് വേണ്ടി നിങ്ങൾ കൂട്ടുപിടിക്കാറില്ലേ സുയൂത്തിയെ? സുയൂത്ത് പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളുടെ ചരിത്രം പറയുന്ന മുലൂക്കുകളുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം തുടക്കത്തിൽ പറയാൻ, മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രം പറയുന്ന ഈ ഗ്രന്ഥത്തിൽ ഉബൈദികളുടെ ഫാത്തിമകളുടെ ചരിത്രം ഞാൻ പറയുകയില്ല. എന്തുകൊണ്ടാണ്? അവരെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളായി എണ്ണാൻ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, സുയൂത്തി ഇസ്ലാമിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത കാഫിറുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഉബൈദികൾ ഉണ്ടാക്കിയ നബിദിനാഘോഷം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, സഹാബത്തിനെ സ്നേഹിക്കുന്ന, താബിഈകളെ സ്നേഹിക്കുന്ന, ഇമാമിയങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ നമുക്ക് എന്തിനാണ്?